വഖഫിന്റെ കാര്യത്തിൽ തീരുമാനമാകുന്നു. വഖഫ് ബിൽ അവതരിപ്പിക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയായി കഴിഞ്ഞു. ബിൽ എന്തായാലും വരും. അതുകൊണ്ട് വഖഫ് അവകാശവാദം ഉന്നയിക്കുകയാണെങ്കിൽ അത് തെളിയിക്കുന്നതിനുള്ള രേഖകൾ ഹാജരാക്കേണ്ടി വരും. ഇതിനർത്ഥം വഖഫിന്റെ കട പൂട്ടാറായി എന്നു തന്നെയാണ്. രാജ്യത്ത് 7 ലക്ഷത്തിലധികം സ്വത്തിന് വഖഫ് ഇതിനോടകം അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. ഇതിൽ 1 ലക്ഷത്തിലധികം ഏക്കർ ഭൂമിയാണ്. 33,000-ലധികം പള്ളികളും മറ്റുമുണ്ട്. 1 ലക്ഷത്തിലധികം കടകളുണ്ട്. 1 ലക്ഷത്തിലധികം ശവപ്പറമ്പുകളുമുണ്ട്. വീടുകളും 89,000-ന് മുകളിലുണ്ട്. പക്ഷേ ഇപ്പോൾ വഖഫിന്റെ എല്ലാ കളികളും അവസാനിക്കുന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക്. JPCയുടെ റിപ്പോർട്ടാണ് വരാൻ പോകുന്നത്. ആ നിലയ്ക്ക് വഖഫിന് ഇതൊക്കെ തങ്ങളുടേതാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള എല്ലാവിധ രേഖകളും നൽകേണ്ടതായി വരും. സ്വന്തമാണെന്ന് തെളിയിക്കുന്നതിനുള്ള രേഖകളൊന്നുമില്ലെങ്കിൽ വഖഫിന്റെ അവകാശവാദം പൊളിയും. OWൈസിയെ പോലുള്ളവർ ഈ ബില്ലിനെ ശക്തമായി എതിർക്കുകയാണ്. കാരണം ഓരോ ഭൂമിയും ചൂണ്ടിക്കാണിച്ച് ഇത് തങ്ങളുടേതാണെന്ന അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിലും അത് തെളിയിക്കുന്നതിനുള്ള യാതൊരു രേഖയും ഇവരുടെ കൈവശമില്ല. രേഖകളില്ലാത്ത ഭൂമി കൈയടക്കിയിരിക്കുന്നു എന്ന് തെളിഞ്ഞാൽ വഖഫ് ബിൽ വരുന്നതോടെ ഇതൊഴിഞ്ഞു കൊടുക്കേണ്ടി വരുമെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 2017 സമാജ്വാദി പാർട്ടി കൈയടക്കി വെച്ചിരുന്ന 64 ഹെക്ടർ ഭൂമിയാണ് ഭൂമാഫിയ ടാക്സ് ഫോഴ്സിനെ കൊണ്ട് ഒഴിപ്പിച്ചതെന്നും യോഗി ഓർമ്മിപ്പിച്ചു.